ഇതാ ആ പിള്ളേരെ വിളിച്ചടി അവരോട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കൂടാൻ പറഞ്ഞേ. പിള്ളേരെ മറ്റും പാടില്ലേട്ടാ, പിള്ളേർക്കൊന്നും ഒരു താല്പര്യം ഇല്ലാണ്ടായി കൃഷിയോട്. അതെന്താ അങ്ങനെ? അതാന്ന് ചോദിച്ചാൽ എന്താ പറയണേ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയല്ലേ, ഒക്കെ ഫോണുമായിട്ട് തന്നെ ഇരിക്കും. അതൊരു പണിയാ. അവർ വിളിച്ചേ ചെറിയ ഔട്ടിംഗാന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്കും ഉണ്ടാ. വേറൊരു പരിപാടിയുണ്ട്. നല്ല കൃഷി ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ കാണിച്ച് ഇവരെ ഇതിനകത്ത് താല്പര്യപ്പെടുത്തണം. അല്ലാതെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമുണ്ടോ? ഇപ്പോഴത്തെ പിള്ളേർ ഇതിനകത്ത് താല്പര്യമില്ലാതെ മാറി ഇങ്ങോട്ട് കരുവില്ലല്ലോ. ഇനി നമ്മുടെ ഇവിടെ എവിടെ എങ്ങനെ അങ്ങനെയുള്ള സ്ഥലമൊക്കെ എല്ലായിടവും കൃഷിയൊന്നും ഇല്ലാണ്ടായില്ലേ? അതൊക്കെ ഉണ്ട്. വാ നമുക്ക് പോവാം. ഇപ്പൊ തന്നെ പോവാം. റെഡി ആയിക്കോ. അതെയാ, ഞാൻ പിള്ളേരെ വിളിക്കട്ടെ. ചേട്ടാ, ഞങ്ങൾ കൃഷിയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. പിള്ളേരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കോട്ടോ പിള്ളേർക്ക്. അത് നമ്മുടെ ഈ കുട്ടികളൊന്നും കൃഷിയെ പറ്റി ഒന്നും അറിയില്ല അവർക്ക്. അപ്പൊ ഇവരെയൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം കാര്യങ്ങളൊക്കെ. എൻ്റെ പേര് സിൽവി, സ്ഥലം ചേരാനല്ലൂർ. ജോഷി ഞങ്ങളുടെ ഒരു സുഹൃത്ത് ബന്ധമാണ്. ജോഷി എല്ലാം കൃഷിക്ക് നല്ല കൃഷിയെ പറ്റി നല്ല അറിവുള്ള ആളാണ്. കർഷകശ്രീയൊക്കെ കിട്ടിയ ആളാണ്. ജോഷിക്ക് എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ പേര് ജോബി എന്നാണ്. ചേരാനല്ലൂരാണ് വീട്. ഇവിടെ എൻ്റെ അയൽവാസിയും കൂടിയായ ജോഷി ചേട്ടനാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് കൃഷി എന്ന് പറയുന്നത് ജോഷി ചേട്ടൻ്റെ ഒരു ജീവനാണ്. എപ്പോൾ നോക്കിയാലും കുടിയിലും പരിസരത്തും എല്ലാ കാര്യങ്ങളിലും കൃഷിയിൽ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ജോഷി ചേട്ടനും. ജോഷി ചേട്ടനെ എപ്പോൾ കണ്ടാലും പാടത്തല്ലെങ്കിൽ പറമ്പിൽ കൃഷിയിൽ ഇങ്ങനൊരു സംരംഭം ജോഷി ചേട്ടൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പം എനിക്കും തോന്നുകയാണ് എൻ്റെ വീടിൻ്റെ എവിടെയെങ്കിലും കുറച്ച് പയറോ വാഴയോ പച്ചക്കറിയോ എന്തെങ്കിലും നടണമെന്ന് എനിക്കൊരു ആകാംക്ഷയുണ്ട്. അപ്പോൾ ജോഷി ചേട്ടന് എല്ലാവിധ ആരോഗ്യ സൗഖ്യവും ഈ കൃഷിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അലിക്കുതാരന് കൃഷിക്ക് നല്ല കഴിവുള്ള വ്യക്തിയാണ്. നേരത്തെ മുതൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു വ്യക്തിയാണ്. എൻ്റെ പേര് ദേവസിക്കുട്ടി എന്നാണ്. എൻ്റെ ഒരു സുഹൃത്തും സ്വന്തക്കാരനും. അവന് കൃഷിക്ക് ഒത്തിരി നാളുകളായിട്ട് കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ലോണം കൃഷി ചെയ്ത് ഒരു ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു തൊഴിലാണ് നിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന് എല്ലാവിധ ആശംസകളും. ജോഷി ചേട്ടാ, ഈ 1000 വിത്തുകൾ എന്നുള്ള ഈ പ്രൊജക്റ്റിനെ പറ്റി ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു തന്നേ. 1000 വിത്തുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് ഫസ്റ്റ് തന്നെ ഈ സ്ഥലം ഞങ്ങൾ ഒരുക്കലാണ്. സ്ഥലം ഒരുക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാഴയുടെ അകലത്തിൽ കുഴി കുത്തി ശരിക്ക് മണ്ണ് കൊത്തി ഇളക്കി അത് കഴിഞ്ഞിട്ട് അതൊന്ന് പതുക്കെ ഒന്ന് വാഞ്ഞ് ഒരു ചിരട്ട കുമ്മായോടും ഒരു വിത്ത് ഒരു കടയ്ക്ക, അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും കടയ്ക്ക ഓരോ ചിരട്ട കുമ്മായോട്ട് അത് കഴിഞ്ഞിട്ടാണ് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ 2 അല്ലെങ്കിൽ 3 വിത്തായിടുള്ളൂ. ഏറ്റവും കൂടിയ കൂടുതൽ വിത്ത് വാരിയിട്ടിട്ട് കാര്യമില്ല. ഒരു വിത്ത് കിട്ടിയാലും മതി നമുക്ക്. അതൊരു 8 അടി അകലത്തിലായിടുള്ളൂ. അപ്പോൾ അത് മൊത്തം നിരന്ന് പടർന്ന് എല്ലായിടത്തേക്കും ആവും. അതുപോലെ തന്നെ കൂടുതൽ വാരിയിട്ടുണ്ട് ഈ വിത്ത് പയറധികം ഉണ്ടാവില്ല. കുറച്ച് വിത്ത് ഒരു 2 അടി 3 ഇട്ടാലാണ് ഉള്ളത് നല്ല സ്ട്രെങ്ത്തായിട്ട് വളർന്ന് അതിന് പയറുമണികളുണ്ടാവുള്ളൂ. സഹായത്തിന് ഇപ്പം നമ്മുടെ കൂടെ മണിച്ചേട്ടൻ്റെ ഞാനും കൂടെ ഇപ്പോൾ ചെയ്യണേ. അതല്ലേ.
1000 വിത്തുകൾ എന്ന് പറയുന്ന പ്രോജക്റ്റാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ജില്ല പെരുമ്പാവൂർ കൂവപ്പടി കൃഷിഭവൻ്റെയും കൂവപ്പടി പഞ്ചായത്തിൻ്റെയും അകപ്രദേശത്തുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ടൂറിസം സെൻ്ററായ കോടനാട് എലിഫൻറ്റ് ട്രെയിനിങ് സെൻറ്ററും മലയാറ്റൂരും വളരെ അടുത്ത സ്ഥലങ്ങളാണ്. ഒപ്പം തന്നെ ഇവിടെ ഈ 1000 വിത്തുകൾ എന്ന് പറയുന്നത് 1950-60 കാലഘട്ടത്തെ കൃഷിയെ തിരിച്ചു കൊണ്ടുവരികയാണ്. ആ 1000 വിത്തുകൾ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അന്ന് ഉണ്ടായിരുന്നു. അന്ന് വിത്തുകൾ എണ്ണി 1000 വിത്തുകൾ, 2000 വിത്തുകൾ, 3000 വിത്തുകൾ എന്നുള്ള രീതിയിലാണ് കൃഷി അന്ന് ഇറക്കിക്കൊണ്ടിരുന്നത്. അതിനെ നമ്മൾ 2025 വരുമ്പോൾ ആ 1960 കൃഷിയെ വീണ്ടും നമ്മൾ കൊണ്ടുവരികയാണ്. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ നാച്ചുറൽ ഫാമിംഗ് ആണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. ഇലകളുടെ കഷായങ്ങളെല്ലാം വെച്ച് അത് ഞങ്ങൾ ചെടികൾക്ക് അപ്ലൈ ചെയ്യും. അവിടെയാണ് കീടനാശിനിയെയും രാസവളത്തെയും നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് 50 വർഷം കൃഷിയിലുള്ള മിസ്റ്റർ ജോഷിയുടെ ഒരു കൺസെപ്റ്റ് തന്നെ. എല്ലാ ശനിയും ഞായറും വൈകുന്നേരം ഞങ്ങൾ ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് വന്ന് പഠിക്കാവുന്നതാണ്. ഇവിടെ ഉള്ളൊരു പോരായ്മ ഇങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് മെയിൻ റോഡിൽ നിന്ന് 3 കിലോമീറ്റർ ഉണ്ട് എന്നുള്ളൊരു സത്യാവസ്ഥ ഉണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത് മിസ്റ്റർ ജോഷിയുടെ വീട്ടിൽ ഭവനത്തിൽ തന്നെയാണ്. എല്ലാവരും വന്ന് വാങ്ങുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്.